വളരെ ദുഷ്കരമായി തന്നെയാണ് ഈ ഒരു രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് മഴ ശമനം ഉണ്ടായെങ്കിൽ പോലും ഇനിയും മഴ ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു ആശങ്കാജനകമായൊരു സാഹചര്യം ഉടലെടുക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായി മാറുമ്പോൾ അത് എത്രത്തോളം ഇനിയുള്ള മുന്നോട്ടുള്ള രക്ഷാദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മിഥുൻ മുരളി കൂടി ചേർന്നുണ്ട്. മിഥുൻ നിൽക്കുന്നത് ഇപ്പോൾ മേപ്പാടിയിലാണെന്ന് അറിയാൻ സാധിക്കുന്നു. ഒരുപക്ഷെ അവിടെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലം. കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ എത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവിടെ സ്ഥലം സന്ദർശിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വിലയിരുത്തിയത്? മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾ ഐഡന്റിഫൈ ചെയ്യുന്ന, ബന്ധുക്കൾ തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതിനു ശേഷം ഭാരതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ മേപ്പാടി ശ്രീ മാരിയമ്മൻ ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിലുള്ള ശ്മശാന ഭൂമിയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരൻ ഇവിടെ സന്ദർശനം നടത്തി. അദ്ദേഹം ചൂരൽമലയിലും സന്ദർശിച്ചിരുന്നു. ചൂരൽമല സന്ദർശനത്തിന് ശേഷം ബാധിത മേഖല സന്ദർശിച്ചതിന് ശേഷം ഇവിടേക്ക് എത്തി. ഇവിടെ ശ്മശാന ഭൂമിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി എന്തൊക്കെ ദൗത്യങ്ങളാണ് സേവാഭാരതി പ്രവർത്തകർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആ ദൗത്യങ്ങൾ ഏത് തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാനിരിക്കുന്നതെന്നും എത്ര മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ സേവാഭാരതി നേതൃത്വത്തിലുള്ള ഇവിടെ ചുമതലയിലുള്ള ആളുകൾ അദ്ദേഹവുമായി പങ്കുവച്ചു. സേവാഭാരതി പ്രവർത്തകർക്ക് അഭിനന്ദനം അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. രക്ഷാപ്രവർത്തന ദൗത്യത്തിന് സേവാഭാരതി പ്രവർത്തകരും സൈന്യത്തിനും പോലീസിനും ഒക്കെ അഗ്നിരക്ഷാ സേനയ്ക്കും ഒക്കെ തോളോട് തോൾ ചേർന്ന് നിരത്തിലിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഭാഗങ്ങളിലും പുഞ്ചിരിമുക്കായാലും ഒപ്പം തന്നെ മുണ്ടക്കൈ ഭാഗമായാലും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളായാലും ഈ മേഖലകളിലെല്ലാം സേവാഭാരതി പ്രവർത്തകർ മുഴുവൻ സമയം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഓരോ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കിട്ടുമ്പോഴും അത് ബന്ധപ്പെട്ട ആശുപത്രികളിലേക്കും മോർച്ചറികളിലേക്കും മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധുക്കളെ തിരിച്ചറിയുന്ന സമയത്ത് അവരോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നീക്കുപോക്കുകൾ ചെയ്തുകൊണ്ടുമൊക്കെ താങ്ങായി കരുത്തായി സഹായഹസ്തവുമായി സേവാഭാരതി പ്രവർത്തകരുടെ കരങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ട്. അതിന്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് ഈ ശ്മശാന ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഒരു വശത്ത് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ, ഇങ്ങനെ കരളലിയിക്കുന്ന മൃതദേഹങ്ങൾ കിട്ടുമ്പോൾ, ബന്ധുക്കൾ തിരിച്ചറിയുമ്പോൾ അത് ഇവിടെ എത്തി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന്റെ ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ ഒരു വശത്ത്, മറ്റൊരു വശത്ത് രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സൈന്യത്തിന്റെയും NDRFിന്റെയും പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം വലിയ നേതൃത്വത്തിൽ ഓരോ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പുഞ്ചിരി മുക്കയായാലും മുണ്ടക്കൈ ആയാലും ചൂരൽമലയായാലും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളും വിവിധ കൈവഴികളൊക്കെ ആയാലും ആ ഭാഗങ്ങളിലെല്ലാം രക്ഷാദൗത്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുമുണ്ട്. ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. പ്രഭവ കേന്ദ്രത്തിന് സമീപം ധാരാളം കെട്ടിടങ്ങൾ ഉള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു. 14 വീടുകൾ ആ ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്നു. ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് പ്രകൃതി സംഹാര താണ്ഡവമാടിയത്. ആ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് അടിഭാഗത്തായിട്ട് മണൽക്കൂന, ചെളിയോടുകൂടിയ വലിയ മണ്ണ് ഒലിച്ചിറങ്ങി കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് മുകളിൽ പതിച്ച് അതിനും താഴെയായി മൃതശരീരങ്ങൾ അടിഞ്ഞുകൂടി കിടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ യന്ത്രങ്ങളടക്കം എത്തിച്ചുകൊണ്ട് പൂർണ്ണ സജ്ജമായ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നത്. ഇന്ന് ഉണ്ടായ ഒരു പ്രധാന വാർത്ത, ഒരു ആശ്വാസകരമായ വാർത്ത, ഒരു കുടുംബത്തിലെ 4 പേരെ, ജോണി എന്ന ഗ്രഹനാഥനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 3 പേരെയും ജീവനോടുകൂടി തന്നെ രക്ഷിക്കാൻ സാധിച്ചു. അവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരെ കണ്ടെത്തി എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യവും നമുക്ക് ഇന്ന് പങ്കുവെക്കാനുണ്ട്. അതോടൊപ്പം ഇനിയും ആ മേഖലകളിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡ്രോണിന്റെയും ഒക്കെ സഹായത്തോടു കൂടി സൈന്യം നടത്തിയിരുന്നു. ഹെലികോപ്റ്ററിലെത്തിയ സൈന്യമാണ് ഈ ജോണിയെയും കുടുംബത്തെയും രക്ഷിച്ചത്. ജോണിയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. ചെറിയ മുറിവുകൾ, പരിക്കുകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്രയും ആശ്വാസകരമായ ഒരു കാര്യം. ഇതുപോലെ ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോൾ, ദുരന്ത വാർത്തകൾ പതിവായി പറയുമ്പോൾ അതിനിടയിൽ ഇത്തരം ശുഭകരമായ കാര്യങ്ങളും സംഭവിക്കുന്നു. മടങ്ങിയെത്തുന്ന ജീവനുകൾ ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമായി ഈ ഒരു ദിവസം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നതിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ ആളുകൾക്ക് ഉള്ളത് എന്നാണ് ജോണിക്കും മറ്റ് 3 കുടുംബാംഗങ്ങൾക്കും ഉള്ളത്. ചെറിയ മുറിവുകൾ, കാലിലും കൈക്കും പരിക്ക് പറ്റിയ ചില മുറിവുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ള
കാര്യവും ആശ്വാസവഹമായ കാര്യമായി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഒപ്പം ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ, കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിന് തൊട്ട് പിന്നാലെ തന്നെ സൈന്യം നടത്തിയിരുന്നു. ഡ്രോൺ അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട്, ഹെലികോപ്റ്ററുകൾ അടക്കം പരിശോധന നടത്തിക്കൊണ്ടായിരുന്നു സൈന്യം ആ മേഖലകളിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തിയത്. കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിച്ചാൽ അതും ഒരു ആശ്വാസകരമായ കാര്യമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചേനെയും. ദുരന്ത വാർത്തകൾ നിരന്തരം വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കുക, ജീവനോടെ കണ്ടെത്താൻ സാധിക്കുക, ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്രയും ആശ്വാസകരമായ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. എന്തായാലും അവിടെ പരിശോധന തുടരുന്നു. പ്രസവ കേന്ദ്രത്തിൽ പരിശോധന തുടരുന്നു. മുണ്ടക്കൈ ഭാഗത്ത് കിലോമീറ്ററുകളോളം ദൂരത്തിൽ നാട് ഒന്നാകെ ഒലിച്ചുപോയ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകളെ കണ്ടെത്താനുണ്ട്. കാണാതായി പോയിരിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്ന ദൗത്യം തന്നെയാണ് ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശ്രമകരമായ ദൗത്യം തന്നെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. രാവിലെ മഴ ശക്തമായിരുന്നു. ഒരു 9 മണി വരെ മഴ ശക്തമായി പെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ബേലി പാലത്തിന്റെ നിർമ്മാണമടക്കം ഇന്നലെ പൂർത്തീകരിച്ചപ്പോൾ ഇന്ന് രാവിലെ മുതൽ പ്രവർത്തനം കൂടുതൽ സജ്ജമാക്കാം, കൂടുതൽ രക്ഷാദൗത്യം കൂടുതൽ മികവുറ്റ രീതിയിൽ നടത്താം എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഒരു വിലങ്ങുതടിയായാണ് ഇന്ന് രാവിലെ മഴ പെയ്തത്. തുടർച്ചയായ മഴയായിരുന്നു പ്രദേശത്ത് പെയ്തത്. പക്ഷേ 9 മണിക്ക് ശേഷം മഴ ശമിച്ചു. പ്രകൃതി അനുകൂലമായ കാലാവസ്ഥ ഒരുക്കി നിന്നു. അതുകൊണ്ട് കൂടുതൽ രക്ഷാദൗത്യങ്ങൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചു നടത്താൻ സാധിച്ചു. ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ, ചാലിയാർ പുഴയുടെ കൈവഴികളിൽ, ചാലിയാർ പുഴ പോകുന്ന വനാന്തര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്താൻ സൈന്യത്തിന് സാധിച്ചു. പ്രകൃതി അനുകൂലമായ ഒരു കാലാവസ്ഥ ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് ഈ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ കൂടുതൽ സജ്ജമാക്കി കൂടുതൽ മികവുറ്റ രീതിയിൽ നടത്താൻ സൈന്യത്തിന് ലഭിച്ചത്. ചാലിയാർ പുഴയിൽ കൂടി ഒഴുകി വരുന്ന മൃതദേഹങ്ങളിൽ പലതും ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായവയാണ്. തലയും കൈയും കാലുമെല്ലാം അറ്റുപോയി വേർതിരിഞ്ഞു പോയ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ മൃതദേഹ ഭാഗങ്ങളിൽ നിന്നും DNA പരിശോധന നടത്തി മാത്രമേയുള്ളൂ ഇത് ഏത് മനുഷ്യരുടേതാണ്, ഏത് ആളുകളുടേതാണ് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നഷ്ടമായ, കുടുംബാംഗങ്ങളെ നഷ്ടമായ, ബന്ധുക്കളെ നഷ്ടമായ, പരിചയക്കാരെ നഷ്ടമായ, സുഹൃത്തുക്കളെ നഷ്ടമായ ഒട്ടനവധി ആളുകളെയാണ്. ഇവരെല്ലാം തിരയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണ്, ഇനി ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ അംഗീകരിച്ചാൽ പോലും ആ മൃതദേഹങ്ങൾ എവിടെ എന്നുള്ള ഒരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ആ മൃതദേഹങ്ങൾ എവിടെ പോയി, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് അവസാനമായി കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്താനെങ്കിലും സാധിക്കുമോ എന്നുള്ള ഒരു വിഷമകരമായ ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി മുഴുവൻ മൃതദേഹങ്ങളും കണ്ടെത്തണം. എത്ര പേരാണ് ഈ ദുരന്തത്തിന് ഇരയായത് എന്നുള്ള ഒരു വാസ്തവ ചിത്രം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ഒരു അന്തിമ ചിത്രം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ മുഴുവൻ ആളുകളെയും കാണാതായവരെ കണ്ടെത്തണം. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു ഏകദേശ കണക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ കണക്കിന് പുറത്തുള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ട്. മറ്റ് തോട്ടം തൊഴിലാളികൾ മറ്റ് ജോലികൾക്കും അനുബന്ധ ആവശ്യങ്ങൾക്കുമായി ഈ പ്രദേശത്തേക്ക് കുടിയേറി വന്നവർ, അല്ലെങ്കിൽ അവിടെ താമസമാക്കിയവർ, സ്ഥിരതാമസമല്ലാതെ താൽക്കാലിക താമസക്കാരായവർ, ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പ്രദേശം ഒരു ടൂറിസം മേഖലയാണ്. ഈ ഭാഗത്തെ ഒരു മൂന്നാർ എന്ന് തന്നെയാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്ന വിനോദസഞ്ചാരികൾ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള ആളുകളെ കാണാതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ കണക്കിൽപ്പെടാത്ത, പട്ടിക തയ്യാറാക്കിയിരിക്കുന്ന പ്രകാരമുള്ള കണക്കിൽപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഏകദേശ ചിത്രം എങ്ങനെയാണെന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ആശങ്ക ജനിപ്പിച്ചുകൊണ്ടുള്ളതിൽ ഒരു ചോദ്യചിഹ്നമായി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. മനുഷ്യ ശരീരം തിരിച്ചറിയാൻ സാധിക്കുന്ന, മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന നായ്ക്കളുടെ അടക്കം സഹായം തേടിക്കൊണ്ടാണ് ഇന്ന് സൈന്യം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. കേഡർനായികൾ ഈ ചാലിയാർ പുഴയുടെ വിവിധ തീരങ്ങളിൽ പരിശോധനയ്ക്ക് സഹായവുമായി മനുഷ്യ ശരീരം തിരിച്ചറിയുന്നതിന് വേണ്ടി ശ്രമകരമായ ദൗത്യത്തിൽ സൈന്യത്തിനെ സഹായിച്ചുകൊണ്ട് ഒപ്പമുണ്ട്. ഒപ്പം തന്നെ ഡ്രോണുകളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ഡ്രോണുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ശരീരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുഞ്ചിരി മുക്കലായാലും മുണ്ടക്കൈ ഭാഗത്തായാലും ഒപ്പം തന്നെ ചാലിയാർ പുഴയുടെ വിവിധ തീരങ്ങളിലായാലും നടത്തുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധർ ഇന്ന് ചാലിയാർ പുഴയിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം മുങ്ങി തപ്പിക്കൊണ്ട് ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കിലോമീറ്ററുകൾ ദൂരത്തേക്ക്, 50 കിലോമീറ്ററിനപ്പുറത്തേക്കൊക്കെ ഒഴുകിപ്പോയ മൃതശരീര ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുത്തിരുന്നു. അങ്ങനെ സംഭവിച്ച ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ
അറിയുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇത്രയും കിലോമീറ്ററുകളോളം ഈ മൃതദേഹങ്ങൾ ഒഴുകി പോകുക, അങ്ങനെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറം വയനാട് ജില്ലകളുടെയൊക്കെ അതിർത്തി പ്രദേശത്തേക്ക് ചെന്ന് പതിക്കാനുള്ള ഒരു സാധ്യത, നിലമ്പൂർ വനമേഖലകളിലേക്ക് ഈ മൃതദേഹം എത്താനുള്ള ഒരു സാധ്യത. അപ്പോൾ ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദുഷ്കരമായിരുന്നു രക്ഷാദൗത്യങ്ങൾ. നമുക്കറിയാം, ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ യന്ത്രസാമഗ്രികൾ ഈ മറുകരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ചാലിയാർ പുഴയിൽ പ്രകൃതി വിനാശകരമായ സാഹചര്യത്തിലായതുകൊണ്ട് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്താൻ സൈന്യത്തിന് സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നിലമ്പൂർ ഭാഗത്തെ വനമേഖലകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പ്രകൃതി ശോഭിച്ചു നിന്ന സാഹചര്യങ്ങളായിരുന്നു ഇതിനെല്ലാം വിലങ്ങുതടിയായി നിന്നത്. ഇന്ന് മുതൽ ആ ഒരു സാഹചര്യം മാറിയിരിക്കുന്നു. പ്രകൃതി അനുകൂലമായ കാലാവസ്ഥ അല്ല ഒരുക്കുന്നത്. അത്രയും മോശപ്പെട്ട കാലാവസ്ഥ പലപ്പോഴും മാറി മാറി വരുന്നുണ്ട്. ചില സമയങ്ങളിൽ മഴ മാറി നിൽക്കുന്നു എന്ന് മാത്രം. ഇരുണ്ടുമൂടിയ കാലാവസ്ഥ തന്നെയാണ്. ഏത് നിമിഷം വേണമെങ്കിലും മഴ അതിശക്തമാകാനുള്ള ഒരു സാധ്യത, മഴ മുന്നറിയിപ്പും ഉണ്ട്. അപ്പോൾ പ്രകൃതി അനുകൂലമായി നിൽക്കുന്ന കുറച്ച് സമയത്തേക്കെങ്കിലും ആ രക്ഷാദൗത്യങ്ങൾ വേഗത്തിലാക്കുകയാണ് സൈന്യം. യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വേഗത്തിൽ പരമാവധി മൃതശരീരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിൽ നായ്ക്കളുടെയും, നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രോണിന്റെയും യന്ത്ര സാമഗ്രികളുടെയും എല്ലാം സഹായത്തോടു കൂടിയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയ്ക്ക് ഇരുവശവും വടം കെട്ടിക്കൊണ്ട് രക്ഷാപ്രവർത്തകർ, സൈനികർ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ വടം കെട്ടി ശ്രമകരമായ ഒരു ദൗത്യം, കുത്തൊഴിച്ച് ഒഴുകുന്ന നദിയാണ് ചാലിയാർ പുഴ. ഒഴുക്ക് കൂടിയിട്ടുണ്ട് ഈ സമയത്ത്. പ്രകൃതി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംഹാര താണ്ഡവമാടിയ മേഖലയായതുകൊണ്ട് തന്നെ വളരെ ശക്തമായാണ് ഒഴുക്കുള്ളത്. ഈ മേഖലയിലാണ് ഒരു ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വടം കെട്ടിക്കൊണ്ട് സൈനികർ നിലയുറപ്പിച്ച് അവിടെ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു. 40 കുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ചില അധ്യാപകർ സൈനികരെ അറിയിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്തുന്നതിനുള്ള ശ്രമകരമായ ദൗത്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ ദുരന്തമുഖത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രക്ഷാദൗത്യം ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ഘട്ടങ്ങൾ തരണം ചെയ്ത്, പല പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ഭാഗങ്ങൾ ചൂരൽമലയിലായിരുന്നു പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാദൗത്യം നടത്താൻ സാധിച്ചെങ്കിൽ ഇന്ന് ഇതിന്റെ പ്രഭവ കേന്ദ്രം അടക്കമുള്ള മുണ്ടക്കൈ അടക്കമുള്ള